സംസ്ഥാനത്തിൽ റെയിൽ പാളങ്ങളിൽ 202 ഇടത്ത് വിള്ളലുകളുണ്ടെന്ന് ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മേലധികാരികൾ സ്വീകരിക്കുന്നത് അനങ്ങാപ്പാറ നയമാണ്. അപകടമുണ്ടാകുമ്പോൾ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഉന്നതതല അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. അതേസമയം ചില കേന്ദ്രങ്ങൾ വഴി കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ വേഗത കുറയ്ക്കണമെന്ന് ഡിവിഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കീഴുദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് എന്ന ആരോപണമുയർത്തിയാണ് എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പത്രക്കുറിപ്പിൽ ഇപ്രകാരം വിവരിക്കുന്നു. 4 മാസത്തെ ഇടവേളകളിൽ അൾട്രാസോണിക് മെഷീനുകൾ ഉപയോഗിച്ച് പാളങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന രീതി റെയിൽവേയിലുണ്ട്. അപകടകരമായ വിള്ളലുകളോ മറ്റോ പാളത്തിൽ കണ്ടെത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കേണ്ട ഗണത്തിൽ അവ പെടും. ആ ഗണത്തിൽപ്പെടുന്ന 202 ഇടങ്ങൾ കേരളത്തിലാകെയുണ്ടെന്നാണ് പത്രക്കുറിപ്പിൽ ഫെഡറേഷൻ വ്യക്തമാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മേലുദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം പ്രദേശങ്ങളെത്തുമ്പോൾ ട്രെയിനിന്റെ വേഗത പരിമിതപ്പെടുത്തിയാണ് അപകടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുന്നത്. പാളത്തിലെ വിള്ളൽ ശാശ്വതമായി പരിഹരിക്കാതെ ഇപ്രകാരം ഓട്ടം തുടരുന്നത് ചിന്തിക്കാനാകാത്ത അത്രയും വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകും. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയ കറുകുറ്റി 202-ൽ 1 മാത്രമാണ്. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കേരളത്തിലാകെ 150 കിലോമീറ്ററോളം പാളം പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിന് ചിലവാകുന്ന ഭീമമായ തുക കേന്ദ്രം കേരളത്തിന് അനുവദിക്കാനിടയില്ല. അതേസമയം തൃശൂർ, ചാലക്കുടി, അങ്കമാലി ഉൾപ്പെടെ ഷൊർണൂർ മുതൽ കൊച്ചി വരെ ചില കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററായി പരിമിതപ്പെടുത്താൻ ഡിവിഷൻ മാനേജർ സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാളങ്ങൾ കാലപ്പഴക്കം ചെന്നവയെന്നും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുമായി റെയിൽവേയുടെ ഈ നിർദ്ദേശത്തെ കാണാനാകൂ. പാളം നവീകരണത്തിനും പാത ഇരട്ടിപ്പിക്കലുമൊക്കെയായി കേരളം മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളെ മുമ്പ് പല തവണ സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം കേന്ദ്രം കൈമലർത്തുകയാണ് ചെയ്തത്. അതിൻ്റെ തൽഫലമായി വേണം ഇപ്പോൾ ഈ അപകടത്തെ നോക്കിക്കാണാൻ. കേന്ദ്രം ഇനിയും ഈ അവഗണന തുടർന്നാൽ കേരളം വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കറുകുറ്റി ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുത്തു. ഉന്നതതല യോഗവും തെളിവെടുപ്പും പ്രഹസനമാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ തെളിവെടുപ്പ് കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ദക്ഷിണ റെയിൽവേ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജോൺ തോമസ്, ചീഫ് ട്രാക്ക് എഞ്ചിനീയർ ലത്തീഫ് ഖാൻ, ചീഫ് റോളിംഗ് സ്റ്റോക്ക് എഞ്ചിനീയർ പാസ്വാൻ, ചീഫ് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് എഞ്ചിനീയർ ചൌധരി എന്നിവരടങ്ങിയ റെയിൽവേ സംഘമാണ് അപകട കാരണം അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഏരിയ മാനേജറുടെ ഓഫീസിൽ ആരംഭിച്ചു. പാളം തെറ്റിയ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസിൽ അപകട സമയത്തുണ്ടായിരുന്ന ലോക്കോ പൈലറ്റുമാർ, അതുവഴി കടന്നുപോകേണ്ടിയിരുന്ന ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റുമാർ, സ്റ്റേഷൻ മാസ്റ്റർ, അപകട സമയത്ത് സ്റ്റേഷനുകളിലും ട്രാക്കുകളിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ ഭൂരിഭാഗം പേരും മൊഴി നൽകാനായി എത്തി. പ്രദേശവാസികൾക്കോ മറ്റ് ദൃക്സാക്ഷികൾക്കോ അപകട കാരണം സംബന്ധിച്ച എന്തെങ്കിലും വിവരം ലഭ്യമാണെങ്കിൽ അതും മൊഴിയായി സ്വീകരിക്കും. അപകട സമയത്ത് ട്രെയിനിനുള്ളിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരും മൊഴി നൽകാനായെത്തി. ജി സുരേഷ് കുമാർ, മിനിമോൾ, സായിരാജ്, സദാനന്ദൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഭവ സമയത്ത് ട്രെയിനിലുണ്ടായിരുന്നത്. കറുകുറ്റിയിൽ നേരത്തെ സ്കാനിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വിള്ളൽ കണ്ടെത്തിയ പ്രശ്നം ശാശ്വതമായി പരിഹരിച്ചില്ല എന്ന പരാതിയുണ്ടെങ്കിൽ അത് സംബന്ധിച്ച തെളിവുകളും ഉന്നത സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാക്ക് ഫിറ്റ്നസ്, കോച്ചുകളുടെ ഫിറ്റ്നസ്, ലോക്കോ പൈലറ്റ് സ്പീഡ്, മൂവ്മെന്റ്, സിഗ്നലിംഗ്, ബ്രേക്കിംഗ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. യാത്രക്കാരുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ തെളിവെടുപ്പ് കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇവിടെ വലിയ സുരക്ഷാ വീഴ്ച ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, എന്ത് അപകടമുണ്ടായാലും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പ്രഹസനമായി തീരുന്ന തരത്തിലുള്ള യോഗങ്ങൾ നടത്തുക എന്നുള്ളതിനപ്പുറം കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിക്കാൻ റെയിൽവേ ഇതിനു മുമ്പും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും നൽകാൻ LDF സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന്റെ 100-ാം ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംബന്ധിച്ച പ്രഖ്യാപനം നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകാനുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഭൂമിയുള്ളവരും എന്നാൽ വീടില്ലാത്തവരുമായവർക്ക് വീട് നിർമ്മിച്ചു നൽകാനും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകും. സ്ഥലപരിമിതി ഉള്ളിടത്ത് ഫ്ളാറ്റുകൾക്കായിരിക്കും മുൻഗണന നൽകുക. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് കക്കൂസില്ലാത്ത മുഴുവൻ വീടുകളിലും കക്കൂസ് നിർമ്മിച്ചു നൽകാനും തീരുമാനമുണ്ട്. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രത്യേക പദ്ധതികൾക്കും രൂപം നൽകും. സർക്കാരിൻ്റെ 100-ാം ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ വകുപ്പും തിരിച്ചു നടപ്പാക്കേണ്ട പദ്ധതികളും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്കും സർക്കാർ രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കായി പുതിയ ലോട്ടറി ആരംഭിക്കുമെന്ന് ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ. നിർമ്മൽ എന്ന പേരിലാണ് 2 ആഴ്ച നറുക്കെടുക്കുന്ന ലോട്ടറി തുടങ്ങുക.
തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് സ്ഥാപിക്കുമെന്നും ലോട്ടറി വകുപ്പും ക്ഷേമനിധി ബോർഡും ലോട്ടറിയിലൂടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്നും എം.വി. ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോട്ടറി മേഖലയെ ശക്തിപ്പെടുത്തുകയും വിപുലീകരിക്കുകയും പ്രൊഫഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഉള്ളത്. അതോടൊപ്പം ഈ നിർമ്മൽ എന്ന ലോട്ടറി, പുതുതായി ആരംഭിക്കുന്ന ലോട്ടറി, അത് സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. കേരള കോൺഗ്രസ് എം ലീഡർ കെ.എം. മാണിയെ പിന്തുണച്ച പ്രൊഫസർ പി.ജെ. കുര്യനെതിരെ ഉമ്മൻചാണ്ടിയും ഐ ഗ്രൂപ്പും UDF മുന്നണി ചെയർമാനെ തീരുമാനിച്ചത് എല്ലാവരുമായി ആലോചിച്ചാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ബാർക്കോഴയിൽ ഇരട്ട നീതി എന്ന പി.ജെ. കുര്യന്റെ പരാമർശത്തിനെതിരെ അമർഷവുമായി ജോസഫ് വാഴക്കനും രംഗത്തെത്തി. രമേശ് ചെന്നിത്തലയെ UDF ചെയർമാനായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് അവകാശമുണ്ടെങ്കിലും പ്രഖ്യാപനത്തിന് മുമ്പ് ഘടകകക്ഷി നേതാവായ കെ.എം. മാണിയുമായി സംസാരിക്കേണ്ടതായിരുന്നു. ബാർക്കോഴ കേസിൽ മാണിക്കും കെ ബാബുവിനും രണ്ട് നീതി ശരിയായില്ല. ഒരു രാഷ്ട്രീയ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രൊഫസർ പി.ജെ. കുര്യൻ ഇക്കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് പി.ജെ. കുര്യനെതിരെ മറുപടിയുമായി ഉമ്മൻചാണ്ടിയും ജോസഫ് വാഴക്കനും രംഗത്തെത്തിയത്. എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ചാണ് ചെന്നിത്തലയെ UDF ചെയർമാനാക്കിയതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അതൊക്കെ അതാത് സമയത്ത് എല്ലാവരെയും അറിയിച്ചിട്ടാണ് ചെയ്തിട്ടുള്ള സംഗതി, എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബാർക്കോഴ കേസിൽ ഇരട്ട നീതി എന്ന ആരോപണം ശരിയല്ലെന്നും ഉത്തരവാദിത്തമുള്ള നേതാവിന് ചേർന്ന പ്രസ്താവനയല്ല പി.ജെ. കുര്യന്റേതെന്നും ഐ ഗ്രൂപ്പ് നേതാവ് ജോസഫ് വാഴക്കൻ പറഞ്ഞു. ഇരട്ട നീതി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ്. മാണി സാറിൻ്റെ കാര്യത്തിലുണ്ടായതും ശ്രീ കെ ബാബുവിൻ്റെ കാര്യത്തിലുണ്ടായതും. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് കുര്യൻ സാറിനെ പോലെയൊക്കെ ഇത്ര സീനിയറായിട്ടുള്ള ആളുകൾ വെറുതെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പറയുന്നത് ഒട്ടും ശരിയല്ല. കേരള കോൺഗ്രസ് മുന്നിൽ വിടാൻ പറഞ്ഞ കാരണങ്ങളിലൊന്നാണ് തിരുവല്ലയിലെ തോൽവി. ഇതിൽ മുഖ്യപ്രതിയായി അവർ കാണുന്നത് പി.ജെ. കുര്യനെയാണ്. ഈ സാഹചര്യത്തിൽ മാണിയോടുള്ള പി.ജെ. കുര്യന്റെ മൃദുസമീപനം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകളിലേക്ക്. CPIM-ഉം CPI-യും നല്ല ഐക്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ സമയത്ത് CPIM-ഉം CPI-യുമായി ഭിന്നത മൂർച്ഛിക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ശ്രമം വിലപ്പോവില്ല. ഇരു പാർട്ടികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നേരിട്ട് പറയാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അത് പരസ്യമായി പറയേണ്ടതില്ലെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അവസരവാദപരമായ നിലപാട് ഇടതുപക്ഷത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമല്ല. പ്രാദേശികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ പേരിൽ രണ്ടു പാർട്ടികളും ഭിന്നതയിലാണെന്ന് വരുത്തി തീർക്കാനാണ് നിക്ഷിപ്ത താൽപര്യക്കാരുടെ ശ്രമം. എന്നാൽ അതിനു നിന്നു തരാൻ CPIM തയ്യാറല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ജനയുഗത്തിലെ ലേഖനത്തിനു മറുപടിയുമായി M. സ്വരാജ്. ജനയുഗത്തിലെ ലേഖനം എഴുതിയ ആളിന്റെ രാഷ്ട്രീയ സംസ്കാരം തുറന്നുകാട്ടുന്നു. സംഘപരിവാറിലൂടെ കേട്ട പുലഭ്യങ്ങൾ ജനയുഗത്തിലൂടെ കേൾക്കേണ്ടി വന്നു. ഇടതൈക്യം എക്കാലവും നിലനിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും M. സ്വരാജ് പറഞ്ഞു. പീറത്തുണിയെന്ന് താൻ വിളിച്ചത് കോൺഗ്രസിന്റെ കൊടിയെയെന്നും അതിന് CPIക്ക് നോവുന്നത് എന്തുകൊണ്ടാണെന്നും സ്വരാജ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് M. സ്വരാജിന്റെ പ്രതികരണം. താൻ ഇനിയും നിലവിളക്ക് കൊളുത്തുമെന്ന് മന്ത്രി G. സുധാകരൻ. ഇത് നിയമം മൂലം നിരോധിക്കേണ്ട ഒന്നല്ല. നിലവിളക്ക് കൊളുത്തുന്നത് സർക്കാരിന്റെ ഭാഗമല്ല എന്നത് EMS പോലും പറഞ്ഞിട്ടുള്ളതാണെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. നമ്മൾ ഗവൺമെൻറ്റിന് ഭരണകൂടത്തിന് ഇതൊന്നുമില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഭരണകൂടത്തിന് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ അത് കൊടുത്തില്ലെന്നാണോ? നിലവിളക്ക് മറ്റുള്ളവർ കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷേ ഞാൻ ഈ അഭിപ്രായം പറയും. എല്ലായിടത്തും പറയത്തില്ല. ഞാൻ ആ ചടങ്ങുകളൊന്നും പറയാറില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. IMS ലേഖനവും ഞാൻ പറഞ്ഞു. മതേതരവാദികളുടെ എല്ലാ അഭിപ്രായം ഇതാണ്. പക്ഷേ അതിനെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ അവരോട് വഴക്കണമെന്നും പോകുന്നില്ല. അവരോട് ഈ കാര്യം ഇതാണെന്ന് സ്ഥിതി. അപ്പോൾ അവർ മിണ്ടുന്നില്ല. എല്ലാവരോടും ആലോചിക്കുക. അതുകൊണ്ട് ഒരു ദിവസം നിയമം മൂലം നിരോധിക്കണമെന്നല്ല ഇതൊരു ആശയ പ്രചരണമാണ്. ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ അത് കത്തിക്കണം നിർബന്ധിക്കുന്നത് തെറ്റാണ്. IMS ലേഖനമാണ് ഞാൻ പറയുന്നത്. ക്ഷേത്ര പരിസരങ്ങളിൽ RSS ശാഖകൾ തുടരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. അമ്പലകാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിക്ക് അധികാരമില്ല. അത്തരം കാര്യങ്ങളിൽ ദേവസ്വത്തിനാണ് അവകാശം. ദേവസ്വം പരാതി പറയട്ടെ എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ എന്താണ് അധികാരം? ക്ഷേത്രങ്ങളുടെ ഭരണാധികാരം, ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഒരു മന്ത്രിക്ക് അഭിപ്രായം പറയാൻ സാധ്യമല്ല.
കേരളത്തിലെ ശാഖകളുടെ പ്രവർത്തനം ശക്തമാണ്, ഇനിയും അതിശക്തമാവുക തന്നെ ചെയ്യും. വയനാട്ടിൽ ഭൂമി തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണത്തിൽ DCC പ്രസിഡന്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് BM സുധീരൻ. റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടി സ്വീകരിക്കുമെന്നും സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. ഈ വാർത്ത വന്ന ഉടനെ തന്നെ അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും ആദിവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ IC ബാലകൃഷ്ണനെയും ഇത് സംബന്ധിച്ചുള്ള വിശദമായി പരിശോധന നടത്തി റിപ്പോർട്ട് തരാൻ അവരോട് അന്നേ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം. വസ്തുതകൾ പരിശോധിച്ചുള്ള റിപ്പോർട്ട് വരട്ടെ. രാഷ്ട്രീയമായി സംഘടനാപരമായി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി റിപ്പോർട്ട് വന്നതിന് ശേഷം അതേക്കുറിച്ച് അറിയും. ATM തട്ടിപ്പ് കേസിലെ കൂടുതൽ തെളിവുകൾ ATM തട്ടിപ്പ് കേസിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. തലസ്ഥാനത്തെ 4 ATMകളിൽ കൂടി തട്ടിപ്പ് നടത്താൻ റുമേനിയൻ സംഘം ശ്രമിച്ചതായി പ്രതി ഗബ്രിയൽ മരിയന്റെ മൊഴി. SBTയുടെ സ്റ്റാച്യു, ഹൗസിംഗ് ബോർഡ് ATMകൾ, ഓറിയന്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ATMകളിലുമാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. കൂടാതെ തായ്ലൻഡിലും ജപ്പാനിലും സംഘം സമാനമായ തട്ടിപ്പ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരം നഗരത്തിൽ 4 കൂടി ATM തട്ടിപ്പിന് റുമാനിയൻ സംഘം ശ്രമിച്ചതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. കസ്റ്റഡിയിലുള്ള പ്രതി ഗബ്രിയൽ മറിയനാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയത്. SBTയുടെ ഹൗസിംഗ് ബോർഡ് സ്റ്റാച്യു ATMകളിലും ഹൗസിംഗ് ബോർഡിലുള്ള ഓറിയന്റൽ ബാങ്കിന്റെയും തമ്പാനൂർ മേൽപ്പാലത്തിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMിലുമാണ് തട്ടിപ്പിന് പ്രതികൾ പദ്ധതിയിട്ടത്. എന്നാൽ തട്ടിപ്പിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഗബ്രിയൽ മറിയനെ ഈ ATMകളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. തായ്ലൻഡിലും ജപ്പാനിലും സമാന തട്ടിപ്പ് നടത്തിയെന്ന് ഗബ്രിയൽ മറിയൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വെളിപ്പെടുത്തി. തായ്ലൻഡിൽ വിവിധ ATMകളിൽ നിന്നായി 70 കോടി രൂപയാണ് സംഘം തട്ടിയത്. ജപ്പാനിൽ നിന്നും ഇതിലും കൂടുതൽ തുകയുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. അന്വേഷണത്തിൽ പുറത്തുവന്ന പുതിയ വിവരങ്ങൾ സംസ്ഥാന പോലീസ് ഇന്റർപോളിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. GST ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നികുതി പിരിവിന് സാങ്കേതിക സഹായം നൽകാൻ രൂപീകരിച്ച GST കമ്പനിയുടെ ചിലവ് പൂർണ്ണമായും കേന്ദ്രം വഹിക്കണമെന്ന് ധനമന്ത്രിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും തോമസ് ഐസക് പറഞ്ഞു. ചരക്ക് സേവന നികുതി ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായ പശ്ചാത്തലത്തിൽ നികുതി പരിഷ്കാരം നടപ്പാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ധനമന്ത്രിമാരുടെ യോഗം ചർച്ച ചെയ്യും. നികുതി പരിഷ്കാരം നടപ്പാക്കുന്നതിന് സാങ്കേതിക സഹായം നൽകാനും വിവരസൂക്ഷിപ്പിനുമായി രൂപീകരിച്ച GST കമ്പനിയുടെ ചിലവുകൾ സംബന്ധിച്ചുള്ള ചർച്ചയാണ് മറ്റൊരു അജണ്ട. ചിലവ് വീതം വയ്ക്കുന്നതിന് പകരം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന നിർദ്ദേശം യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളാണ് സംസ്ഥാനം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഇതിൻ്റെ ചെലവുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടണം. 2, നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെലവ് ഇത് വീതം വെക്കാൻ നടക്കുന്നതിന് നല്ലത് കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുക്കലാണ്. വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായി സംസ്ഥാനം സ്വന്തം നിലയിൽ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിൽ ചരക്ക് സേവന നികുതി ബില്ലിന് അംഗീകാരം നൽകും. അപ്പോൾ നിയമസഭ ചേരാൻ പോയല്ലേ ഈ മാസം അവസാനം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് സെഷനിൽ തന്നെ ഇത് പാസ്സാക്കും. കുറഞ്ഞത് 15 സംസ്ഥാനങ്ങളെങ്കിലും ബില്ലിന് അംഗീകാരം നൽകിയാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ കഴിയൂ. 9 സംസ്ഥാന നിയമസഭകൾ ഇതുവരെ ബില്ല് പാസാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ബില്ലിന് വേഗത്തിൽ അംഗീകാരം നൽകണമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി യോഗത്തിൽ ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൽക്കരിപ്പാടം അഴിമതി കേസിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തൽ. കൽക്കരി വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ അറിവോടുകൂടിയാണ് കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതെന്ന് മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത പ്രത്യേക കോടതിയിൽ മൊഴി നൽകി. മൻമോഹൻ സിംഗിനെ വിചാരണ ചെയ്യണമെന്ന് കേസിൽ ഉൾപ്പെട്ട JLD യവാത്മാൽ കമ്പനി കോടതിയിൽ ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡ് ആസ്ഥാനമായ JLD യവാത്മാൽ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അനധികൃതമായി കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചു എന്ന കേസിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വിചാരണ ചെയ്യണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടത്. കൽക്കരി സെക്രട്ടറിയെ വിചാരണ ചെയ്യാമെങ്കിൽ വകുപ്പിന്റെ തലവനായിരുന്ന മൻമോഹൻ സിംഗിനെ കൂടി വിചാരണ ചെയ്യണമെന്ന് കമ്പനി അഭിഭാഷകൻ വിജയ് അഗർവാൾ പ്രത്യേക കോടതിയോട് ആവശ്യപ്പെട്ടു. കമ്പനി അധികൃതരെ കൂടാതെ മുൻ കോൺഗ്രസ് MP വിജയ് ദാർദ, ഇയാളുടെ മകൻ ദേവേന്ദ്ര ദാർദ, മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത തുടങ്ങിയവരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കമൽ സ്പോഞ്ച് സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മധ്യപ്രദേശിൽ കൽക്കരിപ്പാടം അനുവദിച്ച മറ്റൊരു കേസിലാണ് മുൻ കൽക്കരി സെക്രട്ടറി HC ഗുപ്ത മൻമോഹൻ സിംഗിനെതിരെ മൊഴി നൽകിയത്.
കൽക്കരിപ്പാടം അനുവദിച്ചത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അറിവോടുകൂടിയാണെന്ന് HC ഗുപ്ത കോടതിയെ അറിയിച്ചു. കൽക്കരിപ്പാടം അനുവദിക്കാൻ തീരുമാനിച്ച 36ാമത് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അയച്ചു നൽകിയിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. പുതിയ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ കൽക്കരി അഴിമതി കേസിൽ മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട 12 വയസ്സുകാരൻ അച്ഛന്റെ ചുമലിൽ കിടന്ന് മരിച്ചു. കാൺപൂരിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. ഞായറാഴ്ച മുതൽ കടുത്ത പനി ബാധിച്ച അൻഷിനെ വീടിനടുത്ത ക്ലിനിക്കിലെത്തിച്ചെങ്കിലും കുറയാത്തതിനാൽ അച്ഛൻ സുനിൽ കാൺപൂരിലെ ലാലാ ലജ്പത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മകന്റെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന ഡോക്ടർമാർ കുറച്ച് അകലെയുള്ള കുട്ടികളുടെ മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. 1/2 കിലോമീറ്റർ അകലെയുള്ള സെന്ററിലേക്ക് മകനെയും ചുമലിലേറ്റി നടന്നെത്തുമ്പോൾ സുനിൽ അറിഞ്ഞിരുന്നില്ല പൊന്നോമനപുത്രൻ തന്റെ ചുമലിൽ കിടന്ന് യാത്രയായെന്ന്. മകൻ മരണപ്പെട്ട അച്ഛന്റെ വിലാപങ്ങൾക്കോ തേങ്ങലുകൾക്കോ കാതുകൊടുക്കാതെ മൃതദേഹം വീട്ടിലെത്തിക്കാനും ആ അച്ഛനെ ആരും സഹായിച്ചില്ല. നിശ്ചലമായ മകന്റെ ശരീരവുമായി ആ പിതാവ് വീട്ടിലേക്ക് പോയതും ചുമലിലേറ്റി തന്നെ. ഇന്ത്യയിലെ ദുരന്ത കാഴ്ചകൾക്കിടയിൽ മറ്റൊന്നുകൂടി മാത്രം. ന്യൂസ് ഡെസ്ക്.